അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്തെ 2 പേർ മരിച്ചു. 3 മാസം പ്രായമുള്ള കുഞ്ഞും മധ്യവയസ്കയുമാണ് മരിച്ചത്. ഇന്നലെയാണ് 2 മരണവും ഉണ്ടായത്. 3 മാസം പ്രായമുള്ള കുഞ്ഞ് കഴിഞ്ഞ 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അതേസമയം കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച സ്ത്രീക്ക് കാർഡിയാക് പ്രശ്നവും ഉണ്ടായിരുന്നതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ഹരിപ്പാട് ആനയുടെ കുത്തേറ്റ ബാപ്പാന ദാരുണാന്ത്യം. തെങ്ങമ്മം സ്വദേശി മുരളീധരൻ നായർ 53 മരിച്ചത്. അതേസമയം കുത്തേറ്റ 2ാം പാപ്പാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. മദപ്പാടിലായിരുന്ന ആനയെ അഴിച്ചുമാറ്റുന്നതിനിടയിലാണ് സംഭവം. മദപ്പാട് കഴിഞ്ഞെന്ന് കരുതി മാറ്റിക്കെട്ടുന്നതിനിടയിൽ 2ാം പാപ്പാനാണ് ആദ്യം കുത്തേറ്റത്. തുടർന്ന് മറ്റു പാപ്പാന്മാർ ചേർന്ന് ആനയെ സുരക്ഷിതമായി തറയിലേക്ക് മാറ്റുന്നതിനിടയിലാണ് മുരളീധരൻ നായർക്ക് കുത്തേറ്റത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദനത്തിന് ബദൽ മാർഗങ്ങളെക്കുറിച്ചുള്ള ചർച്ച സജീവമാക്കി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആണവ നിലയത്തിന് കേരളത്തിൽ വലിയ സാധ്യതയുണ്ടെന്നും ഇതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി ഒരു തലമുറയ്ക്കായിട്ടാണെന്നും വൈദ്യുതി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയാണെന്നും ഭാവി ആലോചിച്ചാണ് പദ്ധതി തുടങ്ങേണ്ടതെന്നും ഇക്കാര്യത്തിൽ ജനാഭിപ്രായം തേടുമെന്നും മന്ത്രിസഭയിൽ ഉടൻ റിപ്പോർട്ട് വയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയിലെ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളുടെ അസാന്നിധ്യത്തിൽ രൂക്ഷ വിമർശനവുമായി കൊടിക്കുന്നിൽ സുരേഷ്. ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രി അനുകൂലിച്ച് ഒരു പ്രസ്താവന പോലും ഇറക്കിയില്ല എന്നത് ദുരൂഹമാണെന്നും BJP CPM ഗൂഢാലോചന എന്ന ആരോപണത്തിന് ബലം നൽകുന്നതാണിതെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. വയനാട് തുരങ്കപാതയിലെ CPI അതൃപ്തി സംബന്ധിച്ച് പ്രതികരണവുമായി മന്ത്രി കെ രാജൻ. CPIയിൽ ഭിന്നാഭിപ്രായമില്ലെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം എടുത്ത തീരുമാനമാണെന്നും ഭിന്നാഭിപ്രായം ഉയർന്നുവന്നത് അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് കലക്ടറേറ്റിൽ ഓണാഘോഷത്തിനിടെ ജീവനക്കാരിയോട് ഉയർന്ന ജീവനക്കാരൻ മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ഇന്ന് കലക്ടർക്ക് റിപ്പോർട്ട് നൽകും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയാണ് റിപ്പോർട്ട് കൈമാറുന്നത്. വ്യാഴാഴ്ച കലക്ടറേറ്റിൽ നടന്ന ഓണാഘോഷ പരിപാടിക്കിടയിലായിരുന്നു സംഭവം. തന്നെ കൊല്ലാൻ ബോധപൂർവം നടന്ന ശ്രമമാണ് ആക്രമണമെന്ന് മറുനാടൻ മലയാളിയുടമയും എഡിറ്ററുമായ ഷാജൻ സ്കറിയ. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും 5 പ്രതികളെയും തിരിച്ചറിഞ്ഞുവെന്നും ഷാജൻ സ്കറിയ പറഞ്ഞു. അതേസമയം ഷാജൻ സ്കറിയയെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ പിടിയിലായി. ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ചാണ് ഷാജൻ സ്കറിയയ്ക്ക് മർദ്ദനമേറ്റത്. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയ്ക്ക് നീതി ലഭിക്കണമെന്ന് സഹോദരി അഖില. അതുല്യ ആത്മഹത്യ ചെയ്തെന്ന് കരുതുന്നില്ല, കൊലപാതകമാണെന്ന് തന്നെയാണ് ഉറപ്പിച്ച് വിശ്വസിക്കുന്നതും അവർ പറഞ്ഞു. അതുല്യ മരിക്കുന്നതിന് തലേദിവസം വലിയ സന്തോഷത്തിലായിരുന്നു. അടുത്ത ദിവസം പുതിയ ജോലിക്ക് കയറാനിരുന്നതാണെന്നും വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നും അങ്ങനെ ഒരാൾ ഒരിക്കലും സ്വയം ജീവനൊടുക്കില്ല എന്നും അഖില പറഞ്ഞു. തെയ്യാലയിൽ കാർ ആക്രമിച്ച് 2 കോടി തട്ടിയ സംഭവത്തിൽ കൊട്ടേഷൻ സംഘം പ്രതിഫലം സൂക്ഷിച്ചത് പട്ടിക്കൂട്ടിൽ. പ്രതി ഫവാസാണ് കൊട്ടേഷൻ കൂലിയായി കിട്ടിയ 5 ലക്ഷം രൂപ വീട്ടിലെ പട്ടിക്കൂട്ടിൽ ഒളിപ്പിച്ചത്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് പണം ഒളിപ്പിച്ച സ്ഥലം പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഓഗസ്റ്റ് 14 രാത്രിയാണ് കാർ ആക്രമിച്ച് ഫനീഫ എന്നയാളുടെ 2 കോടി രൂപ കൊട്ടേഷൻ സംഘം തട്ടിയെടുത്തത്. തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ 2 വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. അഭിജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. +1 വിദ്യാർത്ഥിയാണ്. ഇന്നലെ വൈകുന്നേരം 5:30യോടെയാണ് കണിയാപുരം സ്വദേശികളാണ് 5 അംഗ സംഘം പുത്തൻതോപ്പ് കടലിൽ കുളിക്കാനിറങ്ങിയത്. ട്രെയിനിൽ വെച്ച് മൊബൈൽ ഫോൺ തട്ടിയെടുത്ത ആളെ പിടികൂടാനുള്ള ശ്രമത്തിൽ BSF ജവാന് 2 കാലുകളും നഷ്ടമായി. ന്യൂഡൽഹി അമൃത്സർ ഷാനെ പഞ്ചാബ് എക്സ്പ്രസിലാണ് സംഭവം. ജലന്ധറിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന അമൻ ജയ്സ്വാൾ എന്ന BSF ജവാനാണ് 2 കാലുകളും നഷ്ടമായത്. നിർബന്ധിത മതപരിവർത്തനത്തിന് കടുത്ത ശിക്ഷയുമായി രാജസ്ഥാൻ. കൂട്ടായ മതം മാറ്റത്തിന് 20 വർഷം തടവും 25 ലക്ഷം പിഴയും ഉറപ്പാക്കുന്ന നിയമഭേദഗതി ബിൽ ഇന്നലെ നിയമസഭയിൽ വയ്ക്കും. ദലിത് ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ടവരെ മതം മാറ്റിയാൽ 20 വർഷം വരെ തടവും 10 ലക്ഷം പിഴയുമാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. കടുത്ത വ്യവസ്ഥകളോടുകൂടിയാണ് നിയമം നിയമസഭയിലേക്ക് രാജസ്ഥാൻ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ ഛത്തീസ്ഗഡിൽ കേസെടുത്തതിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര. തന്റെ പരാമർശം ഭാഷാ ശൈലിയാണെന്നും വിഡ്ഢികൾക്ക് ശൈലികൾ മനസ്സിലാകുന്നില്ലെന്നും മൊയ്ത്ര പറഞ്ഞു. അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം തടയുന്നതിൽ പരാജയപ്പെട്ടതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തല വെട്ടണമെന്ന മൊയ്ത്രയുടെ പ്രസ്താവനയാണ് വിവാദമായത്. അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ഇതുവരെ 500ഓളം പേർ കൊല്ലപ്പെട്ടു. 2000ഓളം പേർക്ക് പരിക്കേറ്റു. രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ മേഖലയിലാണ് ഭൂകമ്പം നാശം വിതച്ചത്. മരണസംഖ്യ ഇനിയുമേറെ ഉയരാൻ കഴിയുമെന്ന് താലിബാൻ ഭരണകൂടം അറിയിച്ചു. വ്യോമസേനയിലെ പൈലറ്റ് തസ്തികകളിൽ പുരുഷന്മാർക്ക് മാത്രമായുള്ള സംവരണം ന്യായീകരിക്കാനാകില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. പരാതിക്കാരിയെ പൈലറ്റായി നിയമിക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി ഇത്തരം വിവേചനം അനുവദിക്കാവുന്ന കാലമല്ല എന്നും വ്യക്തമാക്കി. വനിതകളുടെ റാങ്ക് പട്ടികയിൽ 7ാം സ്ഥാനത്തുള്ള അർച്ചനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ലാഭം കൊയ്യുന്നു എന്ന ആരോപണത്തിന് പിന്തുണയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാറോ മോസ്കോയിൽ നിന്ന് എണ്ണ കിഴിവിൽ വാങ്ങി ശുദ്ധീകരിച്ച് യൂറോപ്പിലും മറ്റുമായി വിറ്റാണ് ഇന്ത്യ ലാഭം കൊയ്യുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് ഇന്ത്യയെ റഷ്യയുടെ അലക്കുലായ എന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യൻ ജനതയുടെ ചിലവിൽ ലാഭം കൊയ്യുന്നതിന് രാജ്യത്തെ ഉന്നതരെ വിമർശിക്കുകയും ചെയ്തു.
ഓണം പടിവാതിലിൽ എത്തി നിൽക്കുന്ന നിലയിൽ പുതിയ റെക്കോർഡിട്ട സ്വർണം ഇന്ന് ഗ്രാമിന് 85 രൂപ ഉയർന്ന് 9,705 രൂപയും പവൻ 680 രൂപ കൂടി 1,75,640 രൂപയിലെത്തി. കഴിഞ്ഞ ശനിയാഴ്ച കുറിച്ച പവന് 76,960 രൂപ എന്ന റെക്കോർഡാണ് ഒറ്റ ദിവസം കൊണ്ട് മറികടന്നത്. ചെറു ക്യാരറ്റുകളുടെ വിലയും ക്രമാനുഗതമായി ഉയർന്നു. 18 ക്യാരറ്റിന് 6,205 രൂപയും 18 ക്യാരറ്റിന് 6,205 രൂപയുമായി 9 ക്യാരറ്റിന് 4,005 രൂപയുമായി. വെള്ളിവിലയും മുന്നേറ്റത്തിലാണ്. ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 130 രൂപയിലെത്തി. കേരളത്തിൽ ഒരു ഗ്രാമിന് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത്. സോളാർ പാനലുകൾക്കും മറ്റും ആവശ്യം വർദ്ധിക്കുന്നതാണ് വെള്ളിവിലയെ ഉയർത്തുന്നത്. ഇന്നൊരു പവൻ സ്വർണ്ണത്തിന്റെ വില 1,75,640 രൂപയാണെങ്കിലും ഇതേ തൂക്കത്തിലുള്ള സ്വർണ്ണാഭരണം വാങ്ങാൻ 82,000 രൂപയ്ക്ക് മുകളിലാകും. ഓണക്കാലത്തെ ഈ വിലക്കയറ്റം വ്യാപാരികളെയും ആഭരണ പ്രേമികളെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട്. ടിക്ടോക്ക് ഇന്ത്യയിൽ പ്രവർത്തനം പുനരാരംഭിക്കുന്നതായ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ കമ്പനി ഇന്ത്യയിൽ നിയമനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ടിക്ടോക്കിന്റെ ഗുഡ്ഗാം ഓഫീസിലേക്ക് ലിങ്കഡിനിൽ 2 പുതിയ തൊഴിലവസരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ടന്റ് മോഡറേറ്റർ, ബംഗാളി സ്പീക്കർ, വെൽബീയിങ് പ്രവർത്തനങ്ങളുടെ നേതൃത്വം എന്നീ തസ്തികകളാണ്. റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് കമ്പനി ഇന്ത്യയിൽ സാന്നിധ്യം നിലനിർത്തി ഭാവിയിലേക്ക് തയ്യാറെടുക്കുന്നു എന്നാണ്. എന്നാൽ ടിക്ടോക്കിന്റെ കേന്ദ്ര സർക്കാർ നിരോധനം ഇതുവരെ നീക്കിയിട്ടില്ല. ആപ്പ് ഇപ്പോഴും ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമല്ല. നിരോധനത്തിന് മുൻപ് ടിക്ടോക്കിന് ഇന്ത്യയിൽ ഏകദേശം 20 കോടി ഉപയോക്താക്കളാണ് ഉണ്ടായിരുന്നത്. അടുത്തിടെ ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഭാഗികമായി ആക്സസ് ചെയ്യാൻ കഴിയുന്നതായി കുറച്ച് ഉപയോക്താക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. യൂറോപ്പിലെ വൈദ്യുത വാഹന വിൽപ്പനയിൽ ആദ്യമായി ടെസ്ലയെ മറികടന്ന ചൈനീസ് കാർ നിർമ്മാതാക്കളായ BYD ജൂലൈയിലെ വിൽപ്പനയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ടെസ്ലയെ മറികടക്കുന്ന പ്രകടനം BYD നടത്തിയിരിക്കുന്നത്. ജൂലൈയിൽ 13,503 കാറുകളാണ് യൂറോപ്പിൽ BYD വിറ്റെങ്കിൽ ടെസ്ലയുടെ വിൽപ്പന 8,837 ഒതുങ്ങി. മുൻ വർഷത്തെ അപേക്ഷിച്ച BYD 225% വിൽപ്പന വളർച്ച നേടിയപ്പോൾ ടെസ്ലയുടെ വിൽപ്പന 40% ഇടിയുകയായിരുന്നു. സ്പെയിനിൽ ജൂലൈയിൽ 2,158 കാറുകളാണ് BYD വിറ്റത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8 ഇരട്ടി വിൽപ്പന വളർച്ച. UK-യിൽ BYD ജൂലൈയിൽ 3,184 ഉയർന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 4 ഇരട്ടിയുടെ വർധനവ്. ജർമ്മനിയിൽ 390% വിൽപ്പന വളർച്ച നേടാനും BYDക്ക് സാധിച്ചു. ജർമ്മനിയിൽ ടെസ്ലയുടെ വിൽപ്പന 55% ഇടിഞ്ഞു. ഡെൻമാർക്ക്, നോർവേ, സ്പെയിൻ, സ്വീഡൻ, പോർച്ചുഗൽ എന്നീ മാർക്കറ്റുകളിലും ജൂലൈയിൽ BYD വളർച്ച നേടി. 2025 അവസാനിക്കുമ്പോഴേക്കും 12 യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപാരം ആരംഭിക്കാൻ BYDക്ക് പദ്ധതിയുണ്ട്. ഹംഗേരിയിൽ കാർ നിർമ്മാണവും BYD ആരംഭിക്കും. ഓണം പടിവാതിലിൽ എത്തി നിൽക്കുന്ന നിലയിൽ പുതിയ റെക്കോർഡിട്ട സ്വർണം ഇന്ന് ഗ്രാമിന് 85 രൂപ ഉയർന്ന് 9,505 രൂപയും പവൻ 680 രൂപ കൂടി 1,75,640 രൂപയിലെത്തി. കഴിഞ്ഞ ശനിയാഴ്ച കുറിച്ച പവൻ 76,960 രൂപ എന്ന റെക്കോർഡാണ് ഒറ്റ ദിവസം കൊണ്ട് മറികടന്നത്. ചെറു ക്യാരറ്റിന്റെ വിലയും ക്രമാനുഗതമായി ഉയർന്നു. 18 ക്യാരറ്റിന് 6,205 രൂപയും 18 ക്യാരറ്റിന് 6,205 രൂപയുമായി 9 ക്യാരറ്റിന് 4,005 രൂപയുമായി. വെള്ളിവിലയും മുന്നേറ്റത്തിലാണ്. ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 130 രൂപയിലെത്തി. കേരളത്തിൽ ഒരു ഗ്രാമിന് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത്. സോളാർ പാനലുകൾക്കും മറ്റും ആവശ്യം വർദ്ധിക്കുന്നതാണ് വെള്ളിവില ഉയർത്തുന്നത്. ഇന്നൊരു പവൻ സ്വർണ്ണത്തിന്റെ വില 1,75,640 രൂപയാണെങ്കിലും ഇതേ തൂക്കത്തിലുള്ള സ്വർണ്ണാഭരണം വാങ്ങാൻ 82,000 രൂപയ്ക്ക് മുകളിലാകും. ഓണക്കാലത്തെ വിലക്കയറ്റും വ്യാപാരികളെയും ആഭരണ പ്രേമികളെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട്. ടിക്ടോക്ക് ഇന്ത്യയിൽ പ്രവർത്തനം പുനരാരംഭിക്കുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ കമ്പനി ഇന്ത്യയിൽ നിയമനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ടിക്ടോക്കിന്റെ ഗുഡ്ഗാം ഓഫീസിലേക്ക് ലിങ്കഡിനിൽ 2 പുതിയ തൊഴിലവസരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ടന്റ് മോഡറേറ്റർ, ബംഗാളി സ്പീക്കർ, വെൽബീയിങ് പ്രവർത്തനങ്ങളുടെ നേതൃത്വം എന്നീ തസ്തികകളാണ് റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത്. കമ്പനി ഇന്ത്യയിൽ സാന്നിധ്യം നിലനിർത്തി ഭാവിയിലേക്ക് തയ്യാറെടുക്കുന്നു എന്നാണ്. എന്നാൽ ടിക്ടോക്കിന്റെ കേന്ദ്ര സർക്കാർ നിരോധനം ഇതുവരെ നീക്കിയിട്ടില്ല. ആപ്പ് ഇപ്പോഴും ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമല്ല. നിരോധനത്തിന് മുൻപ് ടിക്ടോക്കിന് ഇന്ത്യയിൽ ഏകദേശം 20 കോടി ഉപയോക്താക്കളാണ് ഉണ്ടായിരുന്നത്. അടുത്തിടെ ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് ഭാഗികമായി ആക്സസ് ചെയ്യാൻ കഴിയുന്നതായി കുറച്ച് ഉപയോക്താക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. യൂറോപ്പിലെ വൈദ്യുത വാഹന വിൽപ്പനയിൽ ആദ്യമായി ടെസ്ലയെ മറികടന്ന ചൈനീസ് കാർ നിർമ്മാതാക്കളായ BYD ജൂലൈയിലെ വിൽപ്പനയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ടെസ്ലയെ മറികടക്കുന്ന പ്രകടനം BYD നടത്തിയിരിക്കുന്നത്. ജൂലൈയിൽ 13,503 കാറുകളാണ് യൂറോപ്പിൽ BYD വിറ്റെങ്കിൽ ടെസ്ലയുടെ വിൽപ്പന 8,837 ഒതുങ്ങി. മുൻ വർഷത്തെ അപേക്ഷിച്ച് BYD 225% വിൽപ്പന വളർച്ച നേടിയപ്പോൾ ടെസ്ലയുടെ വിൽപ്പന 40% ഇടിയുകയായിരുന്നു. സ്പെയിനിൽ ജൂലൈയിൽ 2,158 കാറുകളാണ് BYD വിറ്റത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8 ഇരട്ടി വിൽപ്പന വളർച്ചയാണ്. UK-യിൽ BYD ജൂലൈയിൽ 3,184 ഉയർന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 4 ഇരട്ടിയുടെ വർധനവ്. ജർമ്മനിയിൽ 290% വിൽപ്പന വളർച്ച നേടാനും BYDക്ക് സാധിച്ചു. ജർമ്മനിയിൽ ടെസ്ലയുടെ വിൽപ്പന 55% ഇടിഞ്ഞു. ഡെൻമാർക്ക്, നോർവേ, സ്പെയിൻ, സ്വീഡൻ, പോർച്ചുഗൽ എന്നീ മാർക്കറ്റുകളിലും ജൂലൈയിൽ BYD വളർച്ച നേടി. 2025 അവസാനിക്കുമ്പോഴേക്കും 12 യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപാരം ആരംഭിക്കാൻ BYDക്ക് പദ്ധതിയുണ്ട്. ഹംഗറിയിൽ കാർ നിർമ്മാണവും BYD ആരംഭിക്കും. ഭീകരവാദം മാനവരാശിക്കാകെ ഭീഷണിയെന്നും ഭീകര സംഘടനകളെ കൂട്ടമായി നേരിടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് നരേന്ദ്രമോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭീകരവാദത്തിന്റെ ഇരയാണ് ഇന്ത്യയെന്നും ഭീകരവാദത്തിനെതിരെ ഇരട്ടത്താപ്പ് അനുവദിക്കില്ലെന്ന് SCO ഉറച്ച നിലപാടെടുക്കണമെന്നും പറഞ്ഞ മോദി, മാനുഷികതയിൽ വിശ്വസിക്കുന്ന ഏവർക്കുമെതിരായ ആക്രമണമാണ് പഹൽഗാമിൽ കണ്ടതെന്നും വ്യക്തമാക്കി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ അസാധാരണ ചർച്ച. ഫോട്ടോ സെഷന് മുൻപായാണ് 3 നേതാക്കളും ചേർന്ന് ഹ്രസ്വ ചർച്ച നടത്തിയത്. ശേഷം ഉച്ചകോടി വേദിയിൽ മോദി എത്തിയത് വ്ളാഡിമിർ പുടിനൊപ്പമാണ്.
പുടിനെ കാണുന്നത് എപ്പോഴും ആഹ്ലാദകരമാണെന്നും ഷീ ജിൻപിങ്ങുമായും പുടിനുമായും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചെന്നും നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. പുടിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഷാങ്ഹായ് സഹകരണ പ്രഖ്യാപനം. അതിർത്തി കടന്നുള്ള ഭീകരവാദം ചെറുക്കണം എന്ന പ്രഖ്യാപനത്തിൽ പറയുന്നു. ഇന്ത്യയുടെ നിലപാടിനുള്ള അംഗീകാരമാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ സ്പോൺസർ ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ഭീകരവാദത്തെയും മതമൗലികവാദത്തെയും ശക്തമായി ചെറുക്കുമെന്നും പ്രഖ്യാപനത്തിൽ പറഞ്ഞു. പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് ആക്രമണവും സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദത്തിനെതിരെ സഹകരണം ദൃഢമാക്കി ഇന്ത്യയും ചൈനയും റഷ്യയും. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ അറിയിച്ചു. റഷ്യയും ഇന്ത്യയും ചൈനയും ഏറെ നാളുകൾക്ക് ശേഷം ഒരേ നിലപാടിലേക്കെത്തുന്ന അസാധാരണ ദൃശ്യമാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പുറത്തുവന്നത്. ഊർജ്ജരംഗത്തെ സഹകരണം തുടരുമെന്ന് ഇന്ത്യയും റഷ്യയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടു. റഷ്യയുമായുള്ളത് ദീർഘകാല ബന്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുടിന്റെ സന്ദർശനത്തിനായി ഇന്ത്യ കാത്തിരിക്കുകയാണെന്നും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടണമെന്നും മോദി പറഞ്ഞു. ബീഹാർ SIRൽ സെപ്റ്റംബർ 1 ശേഷവും പരാതികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സെപ്റ്റംബർ 1 ശേഷവും പരാതികൾ സ്വീകരിക്കാമെന്ന് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ തിരുത്തുകൾക്ക് അവസരമുണ്ടെന്ന കമ്മീഷൻ വ്യക്തമാക്കി. പരാതികൾ നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സഹായിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജനാധിപത്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ലെന്ന് ജനയുഗത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ലേഖനം. അതേസമയം രാജ്യത്ത് ജനാധിപത്യം നേരിടുന്ന പ്രതിസന്ധികൾ എന്ന പേരിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറ്റൊരു ലേഖനവും ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തെക്കുറിച്ച് ഇരുവരും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷന്റെ ലേഖനം വന്നതിൽ CPIക്കുള്ളിൽ ഭിന്നതയുണ്ടെന്നാണ് വിവരം. വിഭാഗീയത മനസ്സിലുള്ള ആരും സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയ്ക്ക് വണ്ടി കയറേണ്ടതില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അത്തരം നീക്കമുണ്ടായാൽ കളി മാറുമെന്നും CPI സംസ്ഥാന കൗൺസിലിൽ ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സമ്മേളനത്തിന് അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കിടെയാണ് എതിർചേരിക്കുള്ള ബിനോയ് വിശ്വത്തിന്റെ സന്ദേശം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന NSS പരിപാടിയിലേക്ക് പ്രതിനിധിയെ അയക്കാനാണ് NSSന്റെ തീരുമാനം. രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കരുതെന്ന ആവശ്യം അംഗീകരിച്ചതിനെ NSS സ്വാഗതം ചെയ്തു. നേരത്തെ ഉപാധികളോടെ ആഗോള അയ്യപ്പ സംഗമത്തെ NNS പിന്തുണയ്ക്കുന്നതിന് നിലപാടാണ് സ്വീകരിച്ചത്. NSSന് പിന്നാലെ SNDPയും ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റപത്രത്തിന് കേന്ദ്ര അനുമതിയില്ല. വിമാന സുരക്ഷാ നിയമം ഈ കേസിൽ നിലനിൽക്കില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. എന്നാൽ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് DGPയുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. സംഭവം നടന്ന 3 വർഷത്തിനു ശേഷമാണ് അനുമതി നിഷേധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുത്ത നടപടിയിൽ എ ഗ്രൂപ്പിന് അതൃപ്തി. രാഹുലിനോട് വിശദീകരണം പോലും ചോദിച്ചില്ലെന്നാണ് വിമർശനമുയരുന്നത്. രാഹുലിനെതിരെ പെട്ടെന്നുണ്ടായ കടുത്ത നടപടി കുറ്റം ശരിവെക്കുന്നത് പോലെയായെന്നാണ് എ ഗ്രൂപ്പിന്റെ വിമർശനം. എന്നാൽ രാഹുലിനെതിരെ എടുത്ത കടുത്ത നടപടിയാണ് പാർട്ടിയെ പിടിച്ചു നിർത്തിയതെന്ന് സതീശൻ അനുകൂലികളുടെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ അദ്ദേഹത്തെ ആരും കയ്യേറ്റം ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ചിലപ്പോൾ ചിലർ പൂവൻകോഴിയുടെ ശബ്ദമുണ്ടാക്കുമായിരിക്കും. മുകേഷ് എഴുന്നേറ്റ് നിന്നാൽ UDFും ആ ശബ്ദമുണ്ടാക്കും. അങ്ങനെയുള്ള ചില ശബ്ദങ്ങളല്ലാതെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുന്നതിനിടെ പാലക്കാട് ഇന്ന് DYFI പ്രതിഷേധം. MLAയുടെ രാജി ആവശ്യപ്പെട്ട DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിക്കും. വൈകിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്താണ് ആത്മാഭിമാന സദസ് എന്ന പേരിൽ പരിപാടി നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ തുടങ്ങിയ അന്വേഷണ സംഘം പരാതിക്കാരിൽ ഒരാളായ അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുന്നത്. ലൈംഗികാരോപണ കേസുകളിൽ യുവതിലോ നേരിട്ട പരാതി നൽകിയിരുന്നില്ല. വെളിപ്പെടുത്തലുകളുടെയും ആരോപണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലെത്തിയ പരാതികളിലാണ് അന്വേഷണം.